നമസ്കാരം. അമേരിക്കൻ ഫ്യൂച്ചർ 1%ലേറെയും യൂറോപ്യൻ ഫ്യൂച്ചർ 3%ലേറെയും ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം. SGX നിഫ്റ്റി അല്ലെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി 0.43% ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. 24,500 താഴെയുള്ള ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വേണം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസം മാർക്കറ്റിന് അവധിയായിരുന്നെങ്കിലും ഏഷ്യൻ മാർക്കറ്റുകളിലുടനീളം സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു. ഇന്നത്തെ ദിവസവും ഏഷ്യൻ മാർക്കറ്റ് തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും ഇടിയുന്നുണ്ട്. MSI ഏഷ്യ പസഫിക് ഇൻഡെക്സ് 1.6%, ജപ്പാൻ, സൗത്ത് കൊറിയ, ഓസ്ട്രേലിയ തുടങ്ങിയ ഇൻഡെക്സുകൾ 1%ലേറെയും ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ ബോട്ടം ലെവലിൽ നിന്നും ചെറിയ രീതിയിലുള്ള ഒരു റിക്കവറി കാണാൻ സാധിച്ചിരുന്നു. തുടക്കത്തിൽ S&P ഇൻഡെക്സ് 2.5% ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്തെങ്കിലും പിന്നീട് ഒരു ബോട്ടം ബൈയിങ് വരികയും 1% നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. അതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഷിപ്പ് വ്യാപാരം പുനരാരംഭിക്കുന്നതിന് അമേരിക്ക മുൻകൈ എടുക്കുന്നു. കൂടാതെ ഇതുവഴി കടന്നു പോകുന്ന ഷിപ്പുകൾക്ക് എസ്കോർട്ടും ഇൻഷുറൻസും നൽകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ പ്രതിഫലിച്ചത്. അതിന്ന് ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതേസമയം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡിൻ്റെ വില വർദ്ധിക്കുന്നതുകൊണ്ട് ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ സെല്ലിംഗ് പ്രഷർ ശക്തമാണ്. ഇൻഫ്ലേഷൻ മൂലമുള്ള അല്ലെങ്കിൽ ഇൻഫ്ലേഷണറി പ്രഷർ വർദ്ധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിലും ഏഷ്യൻ മാർക്കറ്റിലുമൊക്കെ വീക്ക്നെസ് നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ബ്രന്റ് ക്രൂഡിൻ്റെ വില $81 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. WTI ക്രൂഡിൻ്റെ വില $75 പെർ ബാരൽ എന്ന ലെവലിനടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. സെർവോടെക് റിന്യൂവബിൾ എന്ന കമ്പനി 73 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ആന്ധ്രാപ്രദേശിൽ ഒരു റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സെർവോടെക് റിന്യൂവബിൾ എനർജി എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. മാസ് ഫിനാൻഷ്യൽ സർവീസ് എന്ന കമ്പനിയുടെ മുംബൈയിലെ ഓഫീസിൽ യൂറോപ്രതിക് സെയിൽസ് എന്ന കമ്പനിയിൽ മുംബൈ GST ഡിപ്പാർട്ട്മെൻറ്റ് സെർച്ച് നടത്തുന്നതുകൊണ്ട് യൂറോപ്രതിക് സെയിൽസ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഫാക്ടറിംഗ് ബിസിനസ് ഓപ്പറേഷൻ ആരംഭിക്കുന്നതിന് മാസ് ഫിനാൻഷ്യൽ സർവീസ് എന്ന കമ്പനിക്ക് RBIയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. അദാനി പോർട്ടിൻ്റെ ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നു. ഫെബ്രുവരിയിലെ ബിസിനസ് അപ്ഡേറ്റിൽ ടോട്ടൽ കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി 16% ഇയർ-ഓൺ-ഇയറിൽ വർദ്ധിച്ച് 42.5 മില്യൺ മെട്രിക് ടണ്ണായി ഉയരുകയും ലോജിസ്റ്റിക് റെയിൽ വോളിയം 3% ഉയരുകയും ചെയ്തു. കുപ്പിഡ് എന്ന കമ്പനിയുടെ ബോണസ് ഇഷ്യൂ റെക്കോർഡ് ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. മാർച്ച് 9 കുപ്പിഡിൻ്റെ ബോണസ് ഇഷ്യൂ റെക്കോർഡ് ഡേറ്റ്. റെയിൽടെൽ എന്ന കമ്പനിയും മാർച്ച് 9 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചു. ബോണസുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിരിക്കുന്നത്. അൾട്രാടെക് സിമെൻറ്റ് എന്ന കമ്പനി ഏപ്രിൽ 27 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ആംബിൻ C&I പവർ 44 എന്ന കമ്പനിയുടെ 26% സ്റ്റേക്കുകൾ 15 കോടി രൂപയ്ക്ക് കമ്പനി അക്വയർ ചെയ്യാനും തീരുമാനിച്ചു. അദാനി എൻ്റർപ്രൈസസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. പ്രണീത എക്കോ കേബിൾസ് എന്ന കമ്പനിയുമായി ചേർന്ന് കമ്പനിയുടെ 50% സ്റ്റേക്കുകൾ അദാനി എൻ്റർപ്രൈസസ് എന്ന കമ്പനി അക്വയർ ചെയ്തതുകൊണ്ട് സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. IOL കെമിക്കൽ എന്ന കമ്പനി അതിൻ്റെ കപ്പാസിറ്റി എക്സ്പാൻഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇഥൈൽ അസറ്റേറ്റ്, അസറ്റിക് അൺഹൈഡ്രേറ്റ് എന്നിവയുടെ പ്രൊഡക്ഷനാണ് കമ്പനി വർദ്ധിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി ഏകദേശം 9.7 കോടി രൂപയുടെ ടോട്ടൽ ക്യാപെക്സ് കമ്പനി ചെലവഴിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ AGI ഇൻഫ്ര എന്ന കമ്പനിയുടെ QIP വഴി സ്റ്റേക്ക് സെൽ നടത്തുന്നു. 274 രൂപ 85 പൈസ പെർ ഷെയർ എന്ന റേറ്റിലാണ് സ്റ്റേക്ക് സെൽ നടത്തുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്